സുന്ദരിയായിട്ടില്ലേ? നോക്കൂ നോക്കൂ, റെയില് സുന്ദരിയായിട്ടില്ലേ? സുന്ദരിയായിട്ട് റെയില് എവിടേക്കാ പോണേ? പള്ളിയിലേക്കല്ല, കുർബാന സ്വീകരണത്തിന്. കേട്ടോ, റയാന്റെ വേഷം കണ്ടില്ലേ? പാരന്റ് ഷർട്ട് ഇട്ടിട്ട് റയ എങ്ങടാ പോണേ? പറയേ, എവിടേക്ക് പോണേ? ഞങ്ങളൊരു കുർബാന സ്വീകരണത്തിനാണ് കേട്ടോ വന്നേക്കുന്നത്. ചേട്ടൻ്റെ ബന്ധത്തിലുള്ള ചേട്ടൻ്റെ വല്യപ്പൻ്റെ മോൻ്റെ 2 കുട്ടികളുടെ കുർബാന സ്വീകരണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു കുർബാന സ്വീകരണം. ഈവനിങ്ങിൽ അവർ പ്രോഗ്രാമായിട്ട് നടത്തുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വീഡിയോയിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും. കാരണം പിടിക്കുന്ന സമയത്ത് പിള്ളേർ കൈയൊക്കെ വെച്ച് മറക്കലും അങ്ങനെയൊക്കെ കുറച്ചൊരു ഇതുണ്ട്, ക്ഷമിക്കുക കേട്ടോ കാണുമ്പോൾ. അങ്ങനെ പിന്നെ അവർ ശരിക്കും ഒരു കുഞ്ഞു കല്യാണം പോലെ തന്നെയായിരുന്നു കേട്ടോ. അവർ ഡ്രസ്സൊക്കെ മാറി ആദ്യം നമുക്കറിയാമല്ലോ കുർബാന ചെയ്യുന്നതിന് കല്യാണ പെണ്ണുങ്ങളെ പോലെ അണിഞ്ഞൊരുങ്ങി 2 പേര് നിന്നു. അതിനുശേഷം വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അതിൻ്റെ ഡാൻസും അതുപോലെ ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസും നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നമ്മൾ കല്യാണത്തിൻ്റെ പോലെ തന്നെ കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. വെള്ളമൊക്കെ തന്നു. അതിനുശേഷം അവർ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആങ്കറിങ് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കൈയൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നു, ഞാൻ പറഞ്ഞ പിള്ളേർ ചെയ്യുന്നതാണ് കേട്ടോ, ക്ഷമിക്കണം. അങ്ങനെ അവർ സമ്മതിക്കാണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ട് ഓരോന്നും ചെയ്യുന്നതായിരുന്നു. പിന്നെ വേറെ വീഡിയോ എടുക്കാനുള്ള പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അത് കണ്ടു. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു, രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. എന്നാലും കുട്ടികളുടെ ഡാൻസും പാട്ടും കുറേ പേര് പാട്ടൊക്കെ പാടുന്നതും കാണാൻ നല്ലൊരു കുറച്ച് നേരമൊക്കെ നമുക്ക് ഡ്രസ്സ് മാറി വന്നിട്ടുള്ളതാണ് കേട്ടോ അവർ. പിന്നെ എൻ്റെ മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവൾ തുള്ള മാത്രമേ ചെയ്യണുള്ളൂ ഡാൻസ് കളിക്കുമ്പോഴേ. അവർ കരഞ്ഞിട്ട് കയറണം എന്ന് പറഞ്ഞ കുട്ടി പൂര കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ കരഞ്ഞപ്പോൾ കയറ്റിയതാണ് കേട്ടോ. അവളിങ്ങനെ തുള്ളൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ഇഷ്ടമാണ് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ നേരം അവിടെ ഇരുന്ന് അവരൊപ്പം ഡാൻസ് കളിച്ചു. കുറേ നേരമായി പറയണു. അങ്ങനെ അവളെ കയറ്റിയിട്ട് ഡാൻസ് കളിച്ചതാണ്. അവൾക്ക് അറിയണമൊന്നുമില്ല കേട്ടോ സ്റ്റെപ്പൊന്നും. മറ്റവർ നന്നായി കളിക്കുന്നുണ്ട്, അവളെ വെറുതെ കയറ്റിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ആ പിള്ളേർ ഡാൻസ് കളിച്ചു, അതും കാണാൻ നല്ല രസമായിരുന്നു. അവരത് കുർബാന സ്വീകരണത്തിൻ്റെ മാലാഖമാല പോലെയാണ് അവരതിൽ ഡാൻസ് കളിച്ചത്. ഈശോയുടെ പാട്ട് തന്നെയായിരുന്നു കേട്ടോ. മറ്റേ കുഞ്ഞിളം കൈകൾ കൂപ്പി ഈശോയെ ആ പാട്ടില്ലേ, ആ പാട്ട് പാടിയിട്ട് കളിച്ചത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ പാട്ടിൽ നമ്മളിങ്ങനെ അലിഞ്ഞു പോവും, അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ. അപ്പോൾ അതിൽ അവർ നന്നായി ഡാൻസ് കളിച്ചു. 2 പേരും ഒരേപോലെ നല്ല ഭംഗിയിൽ മാലാഖമാരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ അതിനൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ തിരിച്ചു പോന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് ബായ്.